പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എന്റെ ഈ ടെർബോ സ്പീഡ് കാറിന്റെ സ്പീഡ് എങ്ങനെയാ കുറഞ്ഞു പോയത്? ഫാസ്റ്റർ സൂപ്പർ സ്പീഡോ? ഓക്കേ ബഡി. ഇനി ഞാൻ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കില്ലെന്നാ തോന്നുന്നത്. പക്ഷേ കിക്കോയ്ക്ക് എന്നെ പിടിക്കുന്ന കാര്യം ഇംപോസിബിളിനേക്കാൾ ഏറെ വളരെ ഇംപോസിബിൾ ആണ്. ഇന്നത്തെ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊക്കെ കാണാൻ എത്ര ജനങ്ങളാ വന്നിരിക്കുന്നെന്ന് കണ്ടില്ലേ? ടെമ്പോ അണ്ണന്റെ കാറുകൾ കാണാനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം അതിമനോഹരമായ കാറുകൾ തന്നെയാണ്. അഭിനന്ദനങ്ങൾ. ഒരു അത്ഭുതം തന്നെയാണ്. അടിപൊളി. ലോകമെമ്പാടും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവായ കാറുകൾ തന്നെയാണ്. ചേട്ടാ, അത് കാർസ് അല്ല സാറേ, അവരൊക്കെ എന്റെ കുട്ടികളാണ്. അയ്യോ, ഇതാ എന്റെ മകള്. എന്റെ മക്കള് പ്രീതി കമല, സുന്ദരി കമല, അതാ കുട്ടി കമല. ഇന്ന് ഭയങ്കര ചൂടാ. വെയിലത്ത് ഐസ്ക്രീം മെൽറ്റ് ആയി പോകുന്നതിന് മുമ്പ് വേഗം കഴിക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോവും. എന്റെ ദൈവമേ, ഐസ്ക്രീം മൊത്തം ഉരുകിപ്പോയല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അതിനെ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കൂൺസ്. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അയ്യോ അയ്യോ, എന്റേതെല്ലാം എനിക്ക് നഷ്ടമായിപ്പോയി. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ജനങ്ങൾ ഇത്ര പേർ കൂടി നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാ സംഭവിച്ചത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് വെയിൽ വളരെ കൂടുതലാ. അതുകൊണ്ട് ടെമ്പോണ്ടന്റെ കാറുകളെല്ലാം ഡാമേജ് ആയി. തന്നെ എങ്ങനെ സംഭവിക്കും? അതിനൊന്നും ചാൻസേ ഇല്ല. ഇതൊക്കെ കാറുകളാണ്, അല്ലാതെ ഐസ്ക്രീം അല്ല. അയ്യോ അയ്യോ, കാറുകളല്ല, അവരെന്റെ മക്കളാ. പ്രീതി കമല, സുന്ദരി കമല, കുട്ടി കമല. കിക്കോ, ഇവിടെ സംഭവിച്ചതൊക്കെ ഇംപോസിബിൾ ആണെന്ന് നീ എന്തിനാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അയ്യോ, ഇനി നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രയോജനവും. എന്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും വേസ്റ്റ് ആയി പോയി. ഇനി ഇവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. വെയിലിന്റെ ചൂട് കാരണം കാർ ഡാമേജ് ആവാൻ ചാൻസേ ഇല്ല. പിഗ്ലു, ഫട്ടാഫട്ട്. ടെമ്പോ അണ്ണന്റെ കാറുകൾ നമുക്ക് എപ്പോ കിട്ടും? വേഗം പറ. നാളെ ആ കാറുകളെല്ലാം റെഡിയാവും. നീ ആദ്യം പേയ്മെന്റ് റെഡിയാക്കി വെക്കാൻ നോക്ക്. പേയ്മെന്റ് ഇപ്പൊ തന്നെ റെഡിയാണ് ഫിഗ്ലു, ഫട്ടാഫട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ നീ എങ്ങനെ അറേഞ്ച് ചെയ്ത് തരുന്നത്?
നീ മാമ്പഴം മാത്രം തിന്നാ മതി റാക്ക. അത് എവിടുന്ന് വന്നൊന്നും നീ നോക്കണ്ട. അയ്യോ സോറി. സുന്ദരി കമല, പ്രീതി കമല, കുട്ടി കമല, ഇവരുടെയൊക്കെ എൻജിൻസ് പോലും മെൽറ്റ് ആയി പോയിരിക്കുകയാണ്. നിങ്ങളുടെ അച്ഛനായ എനിക്ക് പോലും നിങ്ങളെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സ്ക്രാപ്പ് മെറ്റീരിയൽ മേടിക്കുന്നവന്റെ അടുത്തേക്ക് അയച്ചേ പറ്റൂ. ഞാൻ സ്ക്രാപ്പ് മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നവനാണ്. സ്ക്രാപ്പ് മെറ്റീരിയലിന്റെ ഗന്ധം എന്നെ വളരെ ദൂരത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കളക്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നാ. ഇനി ഇതെല്ലാം നീ എടുത്തോണ്ട് പോകേണ്ടത് തന്നെയാണ്. എടുത്തോണ്ട് പോയിക്കോ. ഈ സ്ക്രാബ് എല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 20,000 രൂപ തരാൻ സമ്മതമാണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി. 20,000 രൂപയോ? ഞങ്ങൾക്ക് സമ്മതമല്ല, പക്ഷേ ഡബിൾ സമ്മതം. ഷേടാ, എന്ത് പറ്റി കീക്കോ? നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? ടെമ്പോണ്ണയുടെ വണ്ടികൾ എങ്ങനെ ഡാമേജ് ആയെന്ന് ആലോചിക്കായിരുന്നു. ചൂട് കാരണം വണ്ടികൾ ഡാമേജ് ആവുന്നെന്ന് പറഞ്ഞ ചാൻസേ ഇല്ല. നീ പറയുന്നത് ശരിയാണ് കീക്കോ. നീ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഞാനും ഒരുപാട് ആലോചിച്ചു. സത്യം പറയണെങ്കില് ടോട്ടൽ കൺഫ്യൂഷൻ. മേയറങ്കിൾ എന്തിനാ പെട്ടെന്ന് ഇത്രയധികം സന്തോഷിക്കുന്നത്? ഈ സിറ്റുവേഷനിൽ അദ്ദേഹം എങ്ങനെയാന്ന് അറിയാലോ. അതിനെ കുറിച്ച് പറയണമെങ്കിൽ വെരി സാഡ്. ഒരു മിനിറ്റ്, എന്താ കാര്യം ചോദിക്കാം. എന്താ പറ്റിയത് മേയറങ്കിൾ? എന്താ അങ്കിളിന് ഇന്ന് ഇത്രയധികം സന്തോഷം? എന്റെ ഫ്രണ്ട് ടെമ്പോ അണ്ണന്റെ ലോസ് ഒരല്പം കുറഞ്ഞിരിക്കുകയാണ്. ഒരു നല്ല കാര്യം സംഭവിച്ചു. അതായത് ഒരു സ്ക്രാപ്പ് ഡീലർ ആ ഡാമേജ് ആയ കാറുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ടെമ്പോ അണ്ണയുടെ ഡാമേജ് ആയ കാറുകൾ സ്ക്രാപ്പ് ഡീലർ വാങ്ങിച്ചോണ്ട് പോയെന്നോ? ആ, കൊണ്ടുപോയി 20,000 രൂപയ്ക്ക്. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആരെങ്കിലും ഇതുപോലെ ഡാമേജ് ആയ കാറുകൾക്ക് 20,000 രൂപ കൊടുക്കോ? നമുക്കിപ്പോ അതാദ്യം കണ്ടെത്തണം. ഇപ്പൊ ഞാൻ എന്റെ മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിഗ്ലു ഫടാഫട്ട്. കിക്കോ, നീ CCTV ഫുട്ടേജിൽ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്കിൾ, വെയില് കാരണം കാറ് ഡാമേജ് ആവാൻ ചാൻസേ ഇല്ല. വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അത് തേടി കണ്ടെത്താനാ ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ ഫുട്ടേജസ് പല പ്രാവശ്യം ചെക്ക് ചെയ്തതാണ്, പക്ഷേ ഇതിൽ നിന്നും സംശയിക്കുന്ന രീതിയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അങ്കിൾ, ഞാൻ ഈ ഫുട്ടേജസ് എടുത്തോണ്ട് പോയി പേഴ്സണലായി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. നീ ഈ ഫുട്ടേജ് ഒക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലീസ് അങ്കിൾ, ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ സൺസിറ്റിക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരം അപകടമാണെന്ന് നമ്മൾ തീർച്ചയായും കണ്ടെത്തിയേ പറ്റൂ. ശരി കീക്കോ, നീ സൺസിറ്റിയുടെ രക്ഷകനാണ്. നീ നമ്മുടെ സൺസിറ്റിയെ പല ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. നീ ഫുട്ടേജസ് ധാരാളമായി എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്തോളൂ. താങ്ക് യു അങ്കിൾ. ഇത് കണ്ടോ അങ്കിൾ? അവിടെ ഒരു കാറ് സൂപ്പർ ടർബോ സ്പീഡിൽ പുറകിലൂടെ പോയത് കണ്ടോ? അതും ടെമ്പോണ്ണയുടെ കാറുകൾ ഡാമേജ് ആയതിനു ശേഷം. ഒരുപക്ഷെ ഇവനായിരിക്കും ആ കാറുകൾ ഡാമേജ് ചെയ്തത്. കറക്റ്റ്. പക്ഷേ ടർബോ സ്പീഡ് കാർ അത് ഒരിക്കലും നോർമൽ കാർ അല്ല. CCTV ഫുട്ടേജ് ഞാൻ 2000 ടൈംസ് സ്ലോ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു.
എന്നിട്ട് പോലും എനിക്ക് ആ ടെർബോ സ്പീഡ് കാറിന്റെ മൂവ്മെന്റ്സ് നോർമൽ ആയിട്ട് കാണാൻ പ്രയാസപ്പെട്ടു. അതായത് ടെർബോ സ്പീഡ് കാർ നോർമൽ കാറിനേക്കാളും 2000 ടൈംസ് സ്പീഡായിട്ട് ചലിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അയാൾ ആ ടർബോ സ്പീഡ് കാറിൽ കയറി എസ്കേപ്പ് ആയിരിക്കുകയാണ്. അത്ര സ്പീഡായിട്ടാണ് എസ്കേപ്പ് ആയത്. എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. കറക്റ്റ്. ഇനിയിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നു കീക്കോ? അയാളെ ഞാൻ മടക്കി പിടിച്ചേ പറ്റൂ. അത് നീ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? അങ്കിളുടെ സഹായത്തോടെ. ഡോക്ടർ ഖുറാന, ഇത്ര വലിയ ഇൻവെൻഷൻ എപ്പോഴാണ് കണ്ടെത്തിയത്? എനിക്ക് പോലും ആ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ടോട്ടൽ ലോകത്തിലും ഏറ്റവും വിലയുയർന്ന ഒരു സ്റ്റോണിനെ കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. കൊള്ളാം. ഈ ഇൻവെൻഷൻ കാരണം നമ്മുടെ സൺസിറ്റിയുടെ പേര് പോപ്പുലർ ആവും അങ്കിൾ. ആഹാ, നീ പറഞ്ഞത് വളരെ ശരിയാണ് കീക്കോ. പക്ഷെ പോപ്പുലാരിറ്റിയുടെ കൂടെ ചേർത്ത് സൺസിറ്റിക്ക് അപകടവും സംഭവിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇത്രയ്ക്ക് എക്സ്പെൻസീവ് ആയ സ്റ്റോൺ അടിച്ചു മാറ്റാനായിട്ട് ഒരുപക്ഷെ ആരെങ്കിലും ശ്രമിച്ചാലോ? നമ്മൾ എന്ത് ചെയ്യും? മമ്മി, ഏത് കള്ളം വന്നാലും കൊള്ളക്കാരൻ വന്നാലും പിടിക്കാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഏതൊരു പഠിച്ച കള്ളനായാലും ശരി, അവൻ ഈ എക്സ്പെൻസീവ് സ്റ്റോണിനെ അടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. ആരും അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം കള്ളൻ വന്ന് അത് അടിച്ചു മാറ്റുന്ന സമയത്ത് തടഞ്ഞു നിർത്തുന്ന കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ട് ആണ്. മോഷണം തടഞ്ഞു നിർത്താൻ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നോ? ഇക്കാര്യം ആരോടും പറയരുത്. പല വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നൊരു കള്ളൻ വന്നു. സൺസിറ്റിയിൽ ഒരുപാട് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വന്നതാ. ഞാൻ ആ കള്ളനെ എടുത്തിട്ടങ്ങ് പെരുമാറി കളഞ്ഞു. അതുകൊണ്ട് ആ കള്ളൻ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഡൈനോസറിന്റെ കൂടെ ചേർന്ന് എന്റെ പ്രിസണിലാണ് അവൻ ഇരിക്കുന്നത്. ഡൈനോസറിനോടൊപ്പം അങ്കിളുടെ പ്രിസണിലോ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇപ്പൊ തന്നെ ടെമ്പോ അണ്ണന്റെ കാറുകൾ പോലെ ഈ എക്സ്പെൻസീവ് സ്റ്റോണും ഡാമേജ് ആയി പോവും. പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എക്സ്പെൻസീവ് സ്റ്റോൺ അതെങ്ങനെയാ പെട്ടെന്ന് ഡാമേജ് ആയത്? മമ്മി, ഓടിക്കോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ടർബോ സ്പീഡ് കാർ തടഞ്ഞു നിർത്തിയേ പറ്റൂ. പക്ഷേ ടർബോ സ്പീഡ് കാറിന്റെ സ്പീഡിനെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 538. ആക്ടിവേറ്റിംഗ് ഫോർമുല 538. ഇപ്പോഴെല്ലാം അൾട്രാ സ്ലോ മോഷനിലാണ് മൂവ് ആകുന്നത്, ഇൻക്ലൂഡിംഗ് ദ ടർബോ സ്പീഡ് കാർ. പക്ഷേ സൂപ്പർ സ്പീഡോയുടെ ആന്റി സ്ലോ മോഷൻ മെക്കാനിസം ഉള്ളത് കൊണ്ട് സൂപ്പർ സ്പീഡോ മാത്രം നോർമൽ സ്പീഡിൽ മൂവ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ്. നമുക്ക് ആ കാറിനെ ഈസി ആയിട്ട് മടക്കി പിടിക്കാം. നൗ ലെറ്റ്സ് ബിഗിൻ സൂപ്പർ സ്പീഡോ. ഓക്കെ ബഡി. പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എന്റെ ഈ ടെർബോ സ്പീഡ് കാറിന്റെ സ്പീഡ് എങ്ങനെയാ കുറഞ്ഞു പോയത്? ഫാസ്റ്റർ സൂപ്പർ സ്പീഡോ. ഓക്കെ ബഡി. ഇനി ഞാൻ ഓടി രക്ഷപ്പെടുന്ന കാര്യം നടക്കില്ലെന്നാ തോന്നുന്നത്. പക്ഷേ കിക്കോയ്ക്ക് എന്നെ പിടിക്കുന്ന കാര്യം ഇംപോസിബിളിനേക്കാൾ ഏറെ വളരെ ഇംപോസിബിൾ ആണ്. എല്ലാത്തിനെയും ഞാൻ ഒരൊറ്റ മിനിറ്റിൽ നശിപ്പിച്ചിരിക്കും. എന്റെ കയ്യിലുള്ളത് മെൽറ്റിംഗ് ഗണ്ണാണ്. ഞാനാണ് ഫിഗിലു ഫടാഫട്ട്. യെസ് സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 231. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 231. ചേടാ, ഇതെന്താ? എന്റെ മെൽറ്റിംഗ് ഗണ്ണിനെ പോലും കീക്കോ ഡീആക്ടിവേറ്റ് ചെയ്തു എന്നാ തോന്നുന്നേ.
കീക്കോ, ഇനി ഫിഗിലു ഫടാഫട്ട് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ആദ്യം അവനെ ബ്ലോക്ക് ചെയ്യേ. ആ ടർബോ സ്പീഡ് കാറിനെ ബ്ലോക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 537 അത് ആക്ടിവേറ്റ് ചെയ്ത് എല്ലാം നോർമൽ ആക്കി മാറ്റ്. എനിക്ക് നല്ലോണം അറിയായിരുന്നു നീ തന്നെയാണ് ടെമ്പോ അണ്ണയുടെ കാർസിനെ ഏതാണ്ട് ഒരു പ്ലാനിങ്ങോടെ മെൽറ്റ് ആക്കിയതെന്ന്. നിന്റെ പ്ലാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ടെമ്പോണന്റെ കാർ എനിക്ക് മെൽറ്റ് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അതല്ലാതെ എനിക്ക് വേറൊരു പ്ലാനിങ്ങും ഇല്ല. ഇംപോസിബിൾ. അതല്ലാതെ നിനക്ക് മറ്റൊരു പ്ലാനിങ്ങും ഇല്ലെങ്കിൽ നീ തന്നെ നേരിട്ട് വന്ന് ടെമ്പോ അണ്ണയുടെ കാറുകൾ കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോവില്ലായിരുന്നു. നിന്നെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഏറെ സ്മാർട്ട് ആണെന്ന് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു. എനിക്ക് ഏതെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ ആദ്യം ആ സാധനം മെൽറ്റ് ചെയ്ത് മാറ്റും. അതിനുശേഷം കുറഞ്ഞ വിലയിൽ ആ ഡാമേജ് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോവും. എന്നിട്ട് ഞാൻ അതിന്റെ ഗോഡൌണിൽ വെച്ച് ആന്റിഡോട്ട് സ്പ്രേ ഉപയോഗിച്ച് നോർമലാക്കി മാറ്റും. അതിനുശേഷം ഞാൻ അതൊക്കെ നല്ല വിലയ്ക്ക് വിറ്റ് കാശാക്കും. ഒരുപാട് പണം സമ്പാദിക്കും. പക്ഷെ അതെല്ലാം തെറ്റാണ്. ഫിഗ്ലു ഫടാഫട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റോങ് തന്നെയാണ്. പിന്നെ ഫിഗ്ലു ഫടാഫട്ട് അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയോ? അതും റോങ് തന്നെയാടാ. ബിഗ്ലു ഫടാഫട്ട്, ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കണം. റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ ജയിക്കാനേ പറ്റില്ല. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. നിനക്ക് പറ്റോ? അതെ, ഞാൻ തോൽപ്പിക്കും. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലല്ലേ എന്നെ തോൽപ്പിക്കാൻ പറ്റൂ. സോറി കിക്കോ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഇംപോസിബിൾ എന്നൊരു കാര്യം ഒരിക്കലുമില്ല. ഇപ്പൊ നീ നോക്കിക്കോ, റൈറ്റ് എങ്ങനെയാണ് റോങ്ങിനെ തോൽപ്പിക്കുന്നതെന്ന് നോക്ക്. ഇപ്പൊ ഞാൻ ഈ മെൽറ്റിംഗ് ഗണ്ണിന്റെ ഇന്റൻസിറ്റിയെ വളരെ അധികമാക്കാൻ പോവുകയാണ്. അതിനുശേഷം നീ മൊത്തമായി കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. ഇപ്പൊ നിന്റെ റൈറ്റിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് വെക്കാൻ പോവുകയാണ്. നിരന്തരമായി നിനക്കൊരു എൻ കാർഡ് ഇടാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്ത് റോങ്ങിനെ തോൽപ്പിച്ചേ പറ്റൂ. ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്തേ പറ്റൂ. റൈറ്റ് ഒരിക്കലും റോങ്ങിന്റെ മുൻപിൽ തോൽക്കില്ല. ഫിഗ്ലു ഫടാഫട്ട്, നിന്റെ കയ്യിൽ ഇപ്പൊ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ നീ സമ്മതിക്ക്, റോങ് റൈറ്റിന്റെ മുൻപിൽ തോറ്റൊന്ന് സമ്മതിക്ക്. അല്ലെങ്കിൽ റൈറ്റ് റോങ്ങിനെ പ്രൂവ് ചെയ്ത് കാണിക്കും. റൈറ്റ് തന്നെയാണ് റോങ്ങിനെ ജയിക്കുന്നതെന്ന് കാണിക്കും. നീ കത്തിക്കരിഞ്ഞ് ചാമ്പലാവും. അയ്യോ അയ്യോ അയ്യോ, എന്റെ കുട്ടികൾ നല്ല രീതിയിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിനുള്ളിൽ ഹാപ്പിനെസ് ഗിറ്റാർ വായിക്കാണ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ഡോക്ടർ ഖുറാന എത്തിക്കഴിഞ്ഞു. വെൽക്കം ഡോക്ടർ ഖുറാന, വെൽക്കം. ഞാൻ വേൾഡ് റെക്കോർഡിലുള്ള ആളുകളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പേരും സൺസിറ്റിയുടെ പേരും വേൾഡ് റെക്കോർഡ് ബുക്കിൽ ആഡ് ആവാൻ പോവുകയാണ്. കാരണം നിങ്ങളാണ് ഈ വേൾഡിൽ വളരെ വിലയേറുന്ന സ്റ്റോണിനെ കണ്ടെത്തിയിരിക്കുന്നത്. അത് വെറും ഒരു സാധാരണ സ്റ്റോൺ തന്നെയാണ്. ഞാൻ വരുന്ന വഴിക്ക് വെച്ച് എടുത്തു തന്നെയാണത്. നിങ്ങൾ ഇതിപ്പോൾ എന്താണ് പറയുന്നത് ഡോക്ടർ ഖുറാന?
ഖുറാന. ആ സ്റ്റോണിനെ കുറിച്ചുള്ള കഥ ഞാനും ഖുറാന അങ്കിളും ചേർന്ന് ഫിഗ്ലു ഫടാഫട്ടിനെ നമ്മുടെ വലയിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഈശ്. അവസാനം ഞാനും മണ്ടനായി പോയല്ലോ. മണ്ടനെ പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുന്നവൻ ബുദ്ധിമാൻ. ചില സമയത്ത് ബുദ്ധിമാൻ പോലെ അവസാന നിമിഷത്തിൽ മണ്ടനായി മാറാറുണ്ട്. സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം കിക്കോയുടെ ആ കഥ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും മണ്ടനാക്കി എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവൻ പറഞ്ഞ കഥ കാരണം സൺസിറ്റി വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാനൊരാൾ ഒറ്റയ്ക്കല്ല ചെയ്തത്. ഖുറാന അങ്കിളും സൂപ്പർ സ്പീഡോയും ഇല്ലാതെ എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ.